അസ്സലാമലൈക്കും. പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ 2ാം ക്ലാസ്സിൽ ലിസാനാണ് കേട്ടോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ പരീക്ഷയാണ്. പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ചെറിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരിശോധിക്കാം. ഏകദേശം ഇതേ പാറ്റേണിലായിരിക്കും പരീക്ഷയ്ക്ക് വരിക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യാണ്. ഓക്കെ, ആദ്യമായിട്ട് ഒരു ചിത്രം കാണാൻ കഴിയും ഇല്ലേ? ബനാനയാണിത്, പഴം. അപ്പോൾ ഇതിന് അറബിയിൽ എന്താ പറയുക എന്നുള്ളതാണ് അറിയാം, മൗസുൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മൗസുൻ എന്നാട്ടോ പറയാം. അപ്പോൾ ഇത് അന മൗസുൻ. നെക്സ്റ്റ് റാബിറ്റ്, മുയൽ. മുയൽ എന്താ പറയുക? അർനബ്. ഓക്കെ, ഞാൻ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ഐ ആം എ റാറ്റ്. ഞാനൊരു മുയലാണ്. ഓക്കെ, റാബിറ്റ്. ഫ്ലവർ, ഐ ആം ഞാൻ ആരാണ്? ഫ്ലവർ. സഹറത്തുൻ, ഫ്ലവറാണ്, പൂവാണ്. ഓക്കെ, നെക്സ്റ്റ് സിഞ്ചാബാണ്, സ്ക്വിറൽ. ഞാൻ സ്ക്വിറൽ. ഐ ആം എ സ്ക്വിറൽ. ഞാൻ സിഞ്ചാബ്, ഞാൻ വവ്വാലാണ്, അല്ല ഞാൻ അണ്ണാനാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് പൈനാപ്പിളാണ്. ഓക്കെ, പൈനാപ്പിൾ. ഞാൻ ഐ ആം എ പൈനാപ്പിൾ. പൈനാപ്പിളിനെ പറയുക അനനാസാണ്. ഓക്കെ, എന്ത് ഉദാഹരണം? അടുത്തത് ഇത് മാങ്ങയാണ്. ഓക്കെ, ഇത് മാങ്ങയാണ്. അപ്പോൾ മാങ്ങയ്ക്ക് സംശയമൊന്നുമില്ല, മാഞ്ച എന്ന് പറയാം. ഇത് എന്നുള്ളത് എന്താണ്? ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ അർത്ഥം ദിസ് ഈസ് എ മാംഗോ. ഇതൊരു മാങ്ങയാണ്. അപ്പോൾ മാങ്ങയ്ക്ക് എന്താ പറയുക എന്നുള്ളത് നമുക്ക് കിട്ടി. എന്താ പറയുക? മാങ്ങയ്ക്ക് മാംഗോ എന്ന് പറയും, മാഞ്ച എന്നായത് നമുക്ക് കിട്ടി. ഇനി ഈ ദിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് എന്നുള്ളതിന് എന്താ അറബിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വിരലിൻ്റെ അറ്റം കൊണ്ട്, ടിപ്പ് ഓഫ് ദ ഫിംഗർ കൊണ്ട് നമുക്ക് നമ്മുടെ വിരലുകൊണ്ട് നമുക്ക് തൊടാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതിൽ വരിക. ഓക്കെ, ഞാനിപ്പോൾ ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബെഞ്ചുമേലിരിക്കുകയാണ്. ഈ ബെഞ്ചിൽ നിന്ന് എനിക്കൊരിക്കലും ബോർഡിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇരിക്കുന്നിടത്തുനിന്ന് എനിക്ക് തൊടാൻ കഴിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ നോട്ട്ബുക്ക് തൊടാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നോട്ട്ബുക്ക് എന്നുള്ളത് ഇതും, ബോർഡ് എന്നുള്ളത് അതുമാണ്. ഓക്കെ, ദിസും ദാറ്റും. അപ്പോൾ അങ്ങനെ വരാൻ കഴിയുന്നതിനാണ് ഹാദ ഉപയോഗിക്കുക. എന്താ വരിക? ഹാദ, മാഞ്ച. നെക്സ്റ്റ് ഇത് ലുബിനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലുബിന നമുക്ക് തൊടാൻ കഴിയും. അപ്പോൾ ലുബിന. ഇനി ലുബിന എന്നുള്ള ഗേളാണ്. അപ്പോൾ എന്തായി? ഹാദിഹി. ലാസ്റ്റിൽ താ വരുന്നുണ്ടോ? അതിൻ്റെ തുടക്കത്തിൽ ഹാദിഹി ആയിരിക്കും വരിക. താ ഇല്ലെങ്കിൽ താ ലാസ്റ്റിലുണ്ടെങ്കിൽ ഹാദയും, താ ലാസ്റ്റിലില്ലെങ്കിൽ ഹാദയുമാണ് വരിക. നമ്മുടെ പറയാം, ലാസ്റ്റിൽ താ ഉണ്ടെങ്കിൽ ഹാദിഹിയും, ലാസ്റ്റിൽ താ ഇല്ലെങ്കിൽ ഹാദയുമാണ് വരിക. രണ്ടും ദിസ്സാണ്. ഓക്കെ, അടുത്ത് അൻത, നീ. യു. അൻത, നീ ആരാണ്? അൻത. ഇവിടെ ലാസ്റ്റിൽ താഴുണ്ട്. ബിന്ത് എന്ന് പറഞ്ഞ ഗേളാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാദിഹിൻ്റെ ഗണത്തിൽ വരുന്നതാണ്. ഓക്കെ, ഹാദിഹി എന്ന് പറഞ്ഞാൽ അത് ഗേൾസ്, നമ്മൾ സ്ത്രീലിംഗം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഗേൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ ഹാദിഹി പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ അൻത എന്നാണ്. അപ്പോൾ അൻത ഇവനെന്നാ വരിക. ഓക്കെ, അത് നമുക്ക് അൻത ബിന്തുന്നാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അൻത ബിന്തുന്നാക്കണമെങ്കിൽ എന്താക്കണം? ഈ അൻതക്ക് കെസറിട്ട് കൊടുക്കണം. അപ്പോൾ എന്തായി? അൻതി ബിന്തുന്നായി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇത് അൻത എന്ന് പറഞ്ഞാൽ ബോയിയാണ്. അപ്പോൾ അൻത ഇവനെന്നെ പറയാൻ കഴിയും. ഓക്കെ, ഇനി ബിന്തു എന്ന് പറയണമെങ്കിൽ അൻതി എന്ന് പറയണം, കെസറിട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ ഹാദ, ലാസ്റ്റിൽ താഴുക. അപ്പോൾ എന്താണ്? ഹാദ ഇബിനുൻ. നെക്സ്റ്റ് അൻതി, ഗേളാണ്. അപ്പോൾ അതാ ബിന്തുൻ, ഗേളായി. നെക്സ്റ്റ് ഹാദിഹി, അപ്പോൾ ലാസ്റ്റിൽ താഴെ നോക്കുക. അപ്പോൾ ബിന്തുൻ. ഓക്കെ, ഇത് രണ്ടിനെയും താഴുക, ബിന്തുൻ. ഓക്കെ, ഗേളാണ്. നെക്സ്റ്റ് ഇതെന്താണ്? ദീക്കുൻ, കോഴിയാണ്. ബക്കർ എന്ന് പറഞ്ഞാൽ പിന്നെ പശുവാണ്. ദജാജത്ത് എന്ന് പറഞ്ഞാൽ കോഴിയാണ്. ദീക്ക് എന്ന് പറഞ്ഞാൽ പൂവൻ കോഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ദജാജത്ത്, നമ്മളെ പടക്കോഴി, ഹെന്നെ. പിന്നെ ഇത് പൂച്ചയാണ്. പൂച്ചക്ക് എന്താ പറയുക? ഹിറത്തുൻ എന്നാണ് പറയുക, ഹിറത്തുൻ. ഓക്കെ, അപ്പോൾ ഇത് പൂച്ചയാണെന്നാണ് പറയുന്നത്. പൂച്ച പറയുക, ഞാൻ പൂച്ച ഒരിക്കലും പറയില്ല. അപ്പോൾ ഇത് തെറ്റാണ്. അൻറ്റി ഹിറത്തുൻ എന്ന് നമ്മൾ പൂച്ചനെ പറയും, പൂച്ച എന്ന് പറയില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറയുക? ഇത് പൂച്ചയെന്ന് പറയും. ഇത് പൂച്ചയെന്ന് എങ്ങനെ പറയും നമ്മൾ? ഹാദ ഹിറത്തുൻ എന്നാണോ ഹാദി ഹിറത്തുൻ എന്നാണോ? ലാസ്റ്റിൽ താ ഉണ്ട്. ഓക്കെ, ലാസ്റ്റിൽ താ ഉണ്ടാകുമ്പോൾ എന്താ വരിക? ഹാദിഹിയാണ് വരിക. ഓക്കെ, ഇനി അർത്ഥം എഴുതാൻ. ഹാദിഹി സഹറത്തുൻ. ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. സഹറത്ത് പൂവ്, ഇത് പൂവാകുന്നു. ദിസ് ഈസ് എ ഫ്ലവർ എന്ന് പറയും. അന ദാരിസുൻ. അന എന്ന് പറഞ്ഞാൽ ഞാനാണ്, ദാരിസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ്, ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇതിന് താറിന് എന്താ പറയുക നമ്മൾ? സയ്യാറത്തുൻ. നെക്സ്റ്റ് മരമാണ്. മരത്തിന് ഷജറത്തുൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കോഴി, ദജാജത്തുൻ. വീടിന് ബൈത്തുൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിൽ നമ്മൾ കുറേ ചിത്രങ്ങൾ പഠിച്ചു. മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഹാദ, ഹാദിഹി, അന, ഈ കാര്യങ്ങളാണ്. ഓക്കെ, അന എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഹാദിയും ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ളതാണ്. അതിൽ ഹാദ എന്നുള്ളത് അവസാനത്തിൽ താ ഇല്ലാത്തതിൻ്റെ കൂടെ വരുന്നതാണ് ഹാദ. അവസാനത്തിൽ താ ഉള്ളതിൻ്റെ കൂടെ വരുന്നതാണ് ഹാദിഹി. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹാദ ബോയ്സിൻ്റെ കൂടെ വരിക, ഹാദിഹി ഗേൾസിൻ്റെ കൂടെ വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളത് ഒന്ന് വായിച്ചു നോക്കട്ടോ.